പണ്ട് ക്വാർട്ടേഴ്സിലായിരുന്നപ്പോൾ എപ്പോഴും കാണാറുള്ള വ്യക്തികളാട്ടോ ഇത് രണ്ടും. ഇപ്പം പുതിയ വീടൊക്കെ ആയപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ആകുമ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കൊണ്ടുപോകാനും കഴിക്കാനും. സ്കൂളിലും കൊണ്ടുപോയിക്കോളും കഴിക്കാനും. ഇഡ്ഡലിയുടെ തട്ട് വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒന്ന് തിരിച്ച് രണ്ട് ഇഡ്ഡലിയുടെ താഴത്തെ തട്ടിൻ്റെ രണ്ട് ഇഡ്ഡലിയുടെ കുഴിയുടെ നടുവിലായിട്ടാണ് മുകളിലത്തെ ഒരു ഇഡ്ഡലിയുടെ തട്ട് വെക്കുക. അങ്ങനെയാണോ എല്ലാവരും സാധാരണ വെക്കാറ്? ഞാൻ ഇങ്ങനെയാട്ടോ വെക്കൽ. അപ്പോൾ ഇഡ്ഡലി വെച്ചു. ഇഡ്ഡലി കഴിഞ്ഞ് അതിന് വേണ്ടിയിട്ട് ഞാൻ ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. ഇന്ന് സാമ്പാറില്ലായിരുന്നു, ചട്നിയാണ് ഉണ്ടാക്കിയത്. ചട്നി ഞാൻ തിളപ്പിക്കാറില്ല, ചൂടുവെള്ളം കൊണ്ട് ഇതേപോലെ മിക്സ് ചെയ്ത് വെക്കാറാണ്. എന്നിട്ട് വറവ് അതിലേക്ക് ഇടും. ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കുന്ന സമയത്ത് സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിയതുകൊണ്ട് ചട്നിയിൽ ഒതുക്കി. അപ്പോൾ പിന്നെ ഇത് കൊണ്ടുപോകാനും ഇപ്പോൾ കഴിക്കാനും കൂടെയുള്ള ചട്നി ഉണ്ടാക്കി കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഇഡ്ഡലിയൊക്കെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇഡ്ഡലി എല്ലാം ചൂട് തണയാൻ വേണ്ടി ഞാൻ പരത്തി വെക്കും. ഇന്ന് മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ദോശയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് പൂ പോലെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് അരിശി എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് പോകാൻ നേരത്താണ് വെള്ളം ചോദിക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തു. അവർ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കായ പോലെയാണ്. പിന്നെ ഇനി വൈകുന്നേരത്തേക്ക് എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് 3 പഴം ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അത് പിന്നെ 3 പഴമല്ല 2 പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതും 2 കോഴിമുട്ടയും ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു കായപ്പോളം ഉണ്ടാക്കാമെന്ന്. അത് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. അങ്ങനെ മുറിച്ചെല്ലാം റെഡിയാക്കി മക്കൾക്കൊക്കെ കൊടുത്തു, ഞങ്ങളും കഴിച്ചു. പിന്നെ വൈകിട്ടായപ്പോൾ പാല് വാങ്ങിക്കാൻ പോയി. അപ്പോൾ പോയപ്പോൾ ദേ സൂര്യനൊക്കെ കണ്ടു, നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. മഴക്കാറുള്ളതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണണ്ടായിരുന്നു. അങ്ങനെ പിന്നെ റെഡ് ലേഡി പപ്പായ ഉണ്ടായിരുന്നു, അത് ചെത്തി അതും കഴിച്ചു. അന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു.